എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ അതിലെ ഓരോ നാമങ്ങൾക്കും പിന്നിൽ വലിയ അർത്ഥതലങ്ങളുണ്ട്. ലളിതാംബികയ്ക്ക് ഓരോ ഭാവത്തിലും ഓരോ പ്രിയപ്പെട്ട ആഹാരങ്ങളുണ്ടെന്ന് സഹസ്രനാമം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ശരീരത്തിലെ 7 ധാതുക്കളെ പ്രതിനിധീകരിക്കുന്ന ദേവിമാർക്ക് ഏതൊക്കെ ആഹാരങ്ങളാണ് പ്രിയപ്പെട്ടതെന്നും എന്തുകൊണ്ടാണ് ഈ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സഹസ്രനാമത്തിൽ ദേവിയെ പായസാന്നപ്രിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പാൽപായസത്തോടുള്ള ദേവിയുടെ ഇഷ്ടമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗുഡാന്നപ്രീത മാനസ എന്ന നാമത്തിലൂടെ ശർക്കര ചേർത്ത ചോറ് അഥവാ ശർക്കര പായസം കഴിച്ച് സംതൃപ്തയാകുന്നവളാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാം. മധുരമായ ഭക്തിയാണ് ദേവിക്കുള്ള ഏറ്റവും വലിയ നിവേദ്യം എന്ന് ഈ നാമങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കും. ലളിതാ സഹസ്രനാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ശരീരത്തിലെ 7 ധാതുക്കളെ സംരക്ഷിക്കുന്ന ദേവിമാരെക്കുറിച്ചുള്ള വിവരണം. ഓരോ ദേവിക്കും ഓരോ പ്രത്യേക ആഹാരത്തോട് താല്പര്യമുള്ളതായി പറയുന്നു. ആദ്യം ത്വക്കുമായി ബന്ധപ്പെട്ട ഡാകിനി ദേവിക്ക് മധുരപ്രീത എന്നാണ് പേര്. മധുര പലഹാരങ്ങൾ ഇവർക്ക് പ്രിയപ്പെട്ടതാണ്. രണ്ടാമത് രക്തവുമായി ബന്ധപ്പെട്ട രാഗിനി ദേവത. ഇവർ ഗുഡാന്നപ്രീതയാണ്. ശർക്കര ചേർത്ത അന്നമാണ് ഈ ഭാവത്തിൽ പ്രിയം. മൂന്നാമത് മാംസവുമായി ബന്ധപ്പെട്ട ലാഗിനി ദേവതയ്ക്ക് മുഗ്ധോദനാസക്ത ചിത്ത എന്നാണ് വിശേഷണം. ചെറുപയർ ചേർത്ത ചോറ് ഇവർക്ക് പ്രിയങ്കരമാണ്. മേധസ്സുമായി ബന്ധപ്പെട്ട ദേവത കാകിനിയാണ്. ദധ്യാന്നാസക്ത ഹൃദയ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അതായത് തൈര് ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ. അസ്ഥിയുമായി ബന്ധപ്പെട്ട ദേവതയാണ് ശാകിനി. ഇവർക്ക് ഹരിദ്രാനേക രസിക എന്ന് പറയുന്നു. മഞ്ഞൾ ചേർത്ത ചോറാണ് പ്രിയം. മജ്ജയുമായി ബന്ധപ്പെട്ട ദേവത ഹാഗിനി. ശാകിനിയെ പോലെ തന്നെ ഹാഗിനിയും ഹരിദ്രാന്നം ഇഷ്ടപ്പെടുന്നവളാണ്. ഏഴാമത്തെ ദേവത യാഗിനി. ശുക്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർവാന്നപ്രീത എന്ന് വിളിക്കുന്നു. എല്ലാത്തരം അന്നങ്ങളും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഭാവമാണിത്. ഭക്ഷണത്തിന് ശേഷം നാം നൽകുന്ന താമ്പൂലത്തെക്കുറിച്ചും സഹസ്രനാമത്തിൽ പരാമർശമുണ്ട്. താമ്പൂല പൂരിതമുഖി എന്നാണ് ദേവിയെ വിളിക്കുന്നത്. കർപ്പൂരം ചേർത്ത വെറ്റില മുറുക്ക് ചവയ്ക്കുന്നതിലൂടെ പ്രസന്നയായ മുഖത്തോടു കൂടിയവൾ എന്നാണ് ഇതിനർത്ഥം. ഇതിനു പുറമെ ദേവിയുടെ ആഹാരം എന്നത് അമൃതമാണ്. അതുകൊണ്ടാണ് സുധാസാരാഭിവർഷിണി എന്ന ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ഭക്തരുടെ ഹൃദയത്തിൽ ഭക്തിയുടെ അമൃതം വർഷിക്കുന്നവളാണ് ദേവി. ഈ പറയുന്ന ഭക്ഷണങ്ങളെല്ലാം വെറും പദാർത്ഥങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ധാതുക്കളെയും ഉന്മേഷത്തോടെ നിലനിർത്താൻ സഹായിക്കുന്ന പോഷകങ്ങൾ കൂടിയാണ്. ഈ വിഭവങ്ങൾ ഭക്തിയോടെ ദേവിക്ക് സമർപ്പിച്ച് പ്രസാദമായി കഴിക്കുന്നത് നമ്മെ ശാരീരികമായും മാനസികമായും ദേവിയോട് അടുപ്പിക്കുന്നു. ഇതിൽ നിന്നും പരാശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നും അവളെ ശക്തിപ്പെടുത്തുക മാത്രമാണ് നമ്മുടെ കർത്തവ്യമെന്നും അറിയുക. ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും ഈ ചാനലിലൂടെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.